എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ചിരിയുടെ നിറവസന്തമായ ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. രാജസാഹിബോ എന്താണ് നോക്കുന്നത്? ഡ്രാക്കുളയായിട്ട് അഭിനയിച്ച് ക്രിസ്റ്റഫർ ലീ. പുള്ളിക്ക് ചോര കണ്ട തലയിറങ്ങി വീഴും. ബുദ്ധിയില്ലാത്തവർക്ക് പേടിയുണ്ടാവില്ല. ഓ, സമാധാനമായി. ഇപ്പോഴെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി. ഹലോ കല സ്നേഹിലേ ഗാനമേള. ഞാന് ആരാന്നറിയണോ അല്ലേ? നമസ്കാരം. ഭീമ സിനിമ ചിനിമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വല്ലാത്ത പേടിയിലാണ്. കാരണം ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രോഗ്രാം പെർഫോം ചെയ്യണം. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളൊരു ചെറിയ പേടി എനിക്കുണ്ട്. നസീർ, എന്താണ് വന്നപാടെ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? അയ്യോ, പേടിപ്പിക്കുകയല്ല, ഞാൻ എൻ്റെ പേടിയെക്കുറിച്ച് പറയായിരുന്നു. നസീർ എന്തിനാ പേടിക്കുന്നത്? ഒരുപാട് ആർട്ടിസ്റ്റുകൾ, താരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് പേരുണ്ടോ? പിന്നെ എന്നിട്ട് ഞാൻ മാത്രമേ ഉള്ളല്ലോ. നസീറിൻ്റെ കയ്യിൽ ഒരുപാട് താരങ്ങളില്ലേ? ഓ, അതേപോലെ ഒരുപാട് താരങ്ങളുമായി മറ്റൊരു ഒറ്റയാൾ പട്ടാളവും കൂടി ഇവിടെ വരുന്നുണ്ട്. അതാരാണ്? രാജാ സാഹിബ്. രാജാ സാഹിബോ? അതെ, രാജാ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം. രാജാ സാഹിബ്. രാജാ സാഹിബ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നസീർ പറയുന്നത് നസീറിന് ഭയങ്കര പേടിയാണെന്ന്. അയ്യോ, എനിക്ക് ഇവനെ പേടിയാന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി പാമ്പിനെയാണ്. അപ്പൊ എന്നെ പാമ്പാക്കിയവൻ. നീ വെറും പാമ്പല്ലോ, അനാക്കൊണ്ടല്ലേ. എന്താണ് അപ്പൊ പേടിക്കുന്നത് നല്ലതാ. അനാക്കൊണ്ടല്ലേ വരുന്നത്. എന്താണ് പേടിക്കാനുള്ള കാരണം? പേടിക്കാൻ ഒരു കാരണമുണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലൊരു പ്രോഗ്രാം. അപ്പം ഞാൻ ആ ഓഡിറ്റോറിയം ഷോയ്ക്ക് ചെന്നപ്പോഴത്തേക്കിന് അവിടെ കുറേ പേര് പറഞ്ഞു, ഇവിടെ കഴിഞ്ഞ ആഴ്ച രാജസാഹിബ് ഒന്ന് പെർഫോം ചെയ്ത് പോയതോ, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. നിന്ന് ഇപ്പോൾ മോഹൻലാൽ, മൻസൂർ അലിഖാൻ, ഇന്നസെൻ്റ് ഒക്കെ അയാൾ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് വരും, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞു. അപ്പം എനിക്ക് വലിയ പിടിയില്ല ഇയാളെന്ന്. അപ്പോൾ അവരൊരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പേടിച്ചു. കാര്യം കറക്റ്റ് മോഹൻലാൽ തിരിഞ്ഞു വരുന്നു, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൻസൂർ അലിഖാൻ വരുന്നു, എല്ലാം കറക്റ്റ്. അപ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടി വന്നു. പക്ഷെ ഞാൻ എന്നിട്ടും പെർഫോം ചെയ്തു. പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേടി മാറി. എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ കൊള്ളാവുന്നതാണ്. എനിക്കിതുപോലെ കറുകച്ചാല്, നസീറിൻ്റെ നാട് കറുകച്ചാല്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേക്ക് കോട്ടയം നസീറിൻ്റെ നാട്ടിൽ പ്രോഗ്രാം ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ നല്ല 100 തന്നെ പ്രോഗ്രാം ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്തു. എനിക്ക് പിന്നെ ടെൻഷനും പോയി, പിന്നെ നസീറിന്റെ ഉള്ള പേടിയും പോയി, ബഹുമാനവും പോയി. അതല്ല വേറൊന്നുമില്ല. ഞങ്ങൾ കറുകച്ചാലുകാരുടെ ഒരു ഗുണം അങ്ങനെയാണ്. അവിടെ എന്ത് തെറ്റ് ചെയ്താലും അവരൊന്നും ചെയ്യില്ല, പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടം വരെ എത്തിയത്. അതെ, അവര് ശരിക്കും നന്നായിട്ട് സഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും പേടി നല്ലതാണ്. എപ്പോഴും പേടി എന്ന് പറയുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ്. ബുദ്ധിയില്ലാത്തവർക്ക് പേടി ഉണ്ടാവില്ല. ഓ, സമാധാനമായി. ഇപ്പോഴെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി. അല്ല ഇക്ക, ഈ പേടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, അതായത് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ പേടിയുള്ളൂ. പക്ഷേ പല മഹാന്മാരുടെ പേടികളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ പേടി ഒന്നുമല്ലെന്ന് തോന്നും. ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും ധീരനായിട്ടൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭീരങ്കി മുഴങ്ങി. അപ്പോൾ മേളിക്കൂടെ പറന്നുപോയ പക്ഷികൾ പേടിച്ച് കുറച്ച് താഴെ വീണു ചത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കപ്പിൻ്റെ ഇടയിൽ നിന്നോ ചുണ്ടിൻ്റെ ഇടയിൽ നിന്നോ ഒരു തുള്ളി കോഫി പോലും അല്ല ചായ പോലും ഒന്ന് താഴെ വീണില്ല എന്ന് പറയുന്നത്. അത്ര ധീരനായിരുന്നു. പക്ഷെ മൂപ്പർക്ക് ഏറ്റവും വലിയ പേടി പൂച്ചകളായിരുന്നു. പൂച്ചകളെ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ ഹിറ്റ്ലർ, മുസോളിനി, ഇവർക്കെല്ലാം ഈ പൂച്ചകളെ ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച അദ്ദേഹമാണ്, വെളിച്ചം കാണിച്ചെന്നത്. അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. സ്കൂൾ കാണുന്നതേ പേടിയായിരുന്നു. അദ്ദേഹം സ്കൂളിലേ പോയിട്ടില്ലെന്ന് പറഞ്ഞത്. അതുപോലെ സ്റ്റീവൻ സ്പിൽബർഗ് ഈ ദിനോസറിനെ വീണ്ടും കൊണ്ടുവന്ന അദ്ദേഹമാണ്. മൂപ്പർക്ക് ഏറ്റവും വലിയ പേടി ഷഡ്പഥങ്ങളെയായിരുന്നു. അതുപോലെ ഡ്രാക്കുളയായിട്ട് അഭിനയിച്ച് ക്രിസ്റ്റഫർ ലീ. പുള്ളിക്ക് ചോര കണ്ട തലയിറങ്ങി വീഴും.
ഇത് പേടിയല്ല, ശരിക്കും ഇതിന് ഫോബിയ എന്നാ പറയാ. ഒരു മാനസികാവസ്ഥയാണ്, വളരെ ചെറുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ. ഇതിന് ചികിത്സ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പേടിയെ അപ്രോച്ച്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഉള്ള പ്രധാന പേടി എന്ന് പറയുന്നത് ഒരേപോലെ സ്റ്റേജ് വരുമ്പോൾ രണ്ടുപേരും ഫിഗർ ചെയ്യുന്നവരാണ് അല്ലെ? രാജാസാഹിബ് ഫിഗർ ചെയ്യുന്നവരാണ്, നസീറും ഫിഗർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു രാജാസാഹിബാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഫിഗർ ചെയ്യുന്നത്. ഉമുക്കരി കൊണ്ട് മിമിക്രി ചെയ്യാവും. നല്ല കോമ്പിനേഷൻ. ഉമുക്കരി കൊണ്ട് മിമിക്രി ചെയ്യാവുന്ന ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അതെന്റെ ഡാഡിയാണ്. അതിന് ഈ പറഞ്ഞ പോലെ ഫാൻസി ഡ്രസ്സിന് തന്നെ ഉമിക്കരി മൊത്തം വാരി തേച്ചിട്ട് ഒരു ഫാൻസി ഡ്രസ്സിന് തന്നെ കയറ്റി അകത്ത് കൊണ്ട് നിർത്തി സ്റ്റേജിൽ സമ്മാനം കിട്ടി. ആ സമ്മാനം തന്നെന്ന് പറഞ്ഞ് നമ്മുടെ മഹാനായ നടൻ ജയനാണ് എനിക്ക് തന്നത്. ജയയുടെ ഫ്രണ്ടിൻ്റെ ഇതായിരുന്നു. പിന്നെ അതോടൊപ്പം അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ എൻ്റെ മലയാള സിനിമയിലെ എൻട്രി തന്നെ ജയനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അപരന്മാർ നഗരത്തിലാണ്. അതിന്റെ സാക്ഷാൽ പ്രൊഡ്യൂസറാണ് ഈ നിൽക്കുന്നത്. അതായിരുന്നു പേടിയപ്പോ, അതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപരന്മാർ എന്ന് പറഞ്ഞ നഗരത്തിൽ നിന്നായിരുന്നു, പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോ പ്രൊഡ്യൂസർമാർ നരകത്തിൽ നിന്നാക്കി. പക്ഷേ 80 days ഒക്കെ ഓടിയ സിനിമ. ഇക്ക ഈ കഥ കേട്ടായിരുന്നു. ഈ സംഭവം ഈ കഥ ഇക്ക കേട്ടിട്ട് പറഞ്ഞു, കഥ വളരെ നല്ലതാണ്, പക്ഷേ ഇത് ചെയ്യുന്നത് പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നല്ല ത്രെഡായിരുന്നു. കാസ്റ്റിംഗും പിന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു 2-3 ലക്ഷം രൂപ വെച്ചാണ് അന്നൊരു പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പടം പൂർണ്ണമായിട്ട് പുതിയ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തത് ഇതായിരിക്കും. അവിടെ തന്നെ താമസം, അവിടെ തന്നെ ഷൂട്ടിങ്, എല്ലാം ക്ലൈമാക്സ് ഉൾപ്പെടെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. ശരിക്കും നിങ്ങളുടെ പരസ്പരമുള്ള പേടി എന്താണ്? പേടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഐറ്റം ചെയ്യുന്നവരാണ്. ഇപ്പം ഫിഗറും ചെയ്യും, സൗണ്ടും ചെയ്യും. ഇപ്പം രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇയാളാണോ കൊള്ളാവുന്നത്, ഇയാളാണോ കൊള്ളാവുന്നത്. രണ്ടിടത്താണെങ്കിൽ ഇയാളും കൊള്ളാം, ഇയാളും കൊള്ളാം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനേ ഉള്ളൂ. ആ പേടി ഇന്നും മാറ്റാൻ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും പേടി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാത്തതാണല്ലോ. ആരാണ് നല്ലത്, ആരാണ് മോശം എന്ന് ഇതുവരെ തെളിയിക്കപ്പെടാത്തതുകൊണ്ടാണല്ലോ ആ പേടിയുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെ പെർഫോം ചെയ്യണം. അയ്യോ, നീ എന്തിനാ പേടിക്കുന്നത്? അല്ല, എനിക്ക് എന്നെ കുറിച്ച് പേടിയില്ല, എനിക്ക് ഇവനെ കുറിച്ചാണ് പേടി. ഞാൻ നല്ല പെർഫോമർ ആണല്ലോ. എനിക്ക് എന്നെ കുറിച്ച് പേടിയില്ല, എനിക്ക് ഓഡിയൻസിനെ കുറിച്ചാണ് പേടി. അവർക്ക് എന്താവും എന്നുള്ളത്. അതെ, എന്താവും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്യുകയാണ്. ഒരു 1 man ഷോ മത്സരം നടക്കാൻ പോവുകയാണ്. ഇതിൽ ആരാണ് നല്ലത് എന്ന് ഞാൻ പറയാം. നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റൊരാൾ മോശമാവുന്നുണ്ട്, അത് നിങ്ങൾ ആരായാലും സഹിച്ചേ പറ്റുള്ളൂ. ഓക്കെ, യുദ്ധത്തിന് നീ സഹിക്കണം. ഓക്കെ, ആദ്യം നസീറിൻ്റെ ഒരു പെർഫോമൻസുമായിട്ട് ആരംഭിക്കാം. മലയാള സിനിമയിലെ നമ്മുടെ ഒട്ടുമിക്ക താരങ്ങളും പല ജില്ലകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാടുമായിട്ടുള്ളൊരു ഭാഷാ ശൈലി അവരുടെ ജീവിതത്തിൽ കടന്നുകൂടാറുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക വ്യത്യസ്തമാർന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തൊരു കഥാപാത്രമായിരുന്നു രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിലെ ബെല്ലാരി രാജ. തിരുവനന്തപുരം ഭാഷ കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ ഈ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഞാൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് താരങ്ങൾ ആ ഡയലോഗ് ഈ തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആരാണെന്നറിയണമല്ലേ, എന്തിനാണെന്നറിയണമല്ലേ, ഒരു രാത്രിക്ക് ഒരു മണിയറവാല് മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യം കേൾക്കണത്. നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മേനെ കാണണം. അപ്പോൾ അമ്മ പറഞ്ഞു മോനെ അറിഞ്ഞുകൂടുന്നു. അതോടെ തീർന്നു കിട്ടി ഊരും പേരും ഒക്കെ. എന്തിനാണ് നോക്കണത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ട. ഈ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹം കിട്ട പേരാണ് മാണിക്യം, രായ മാണിക്യം. ഇതായപ്പാ എൻ്റെ വീടും കഴിഞ്ഞു, എടുക്കൂ. ഇപ്പോൾ സിനിമാ താരത്തിൻ്റെ ശബ്ദം അനുകരിച്ചു, നിങ്ങളെ കേൾപ്പിച്ചു. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവർക്കൊക്കെ ഗായകന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ ലിപ്പ് കൊടുത്ത് പാടി അഭിനയിക്കാൻ പറ്റൂ അല്ലേ? അപ്പോൾ പാട്ടുകാരില്ലാതെ എന്തായാലും സിനിമയിൽ പൂർണ്ണമാവുന്നില്ല. അപ്പോൾ ഈ പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് അനുകരിച്ച ഒരു ഗായകൻ SP பாலசுப்ரமணியத்திൻ്റെ ശബ്ദം. இது மூச்சு விடாமல் பாடுற பாட்டு சொன்னாங்க. இட் இஸ் ஹியூமன்லி இம்பாசிபிள் டு சிங் எ சாங் லைக் திஸ் விதவுட் டேக்கிங் எ பிரெத். நான் இந்த படி ஏறி வந்த போதே மூச்சு வாங்குறது. 4-5 பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன். ஆனாலும் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க.
கேளடி கண்மணி பாடதன் சங்கதி, நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி. நாள் முழுதும் பார்வை நான் எழுதும் ஓர் கதையே எனக்கென நானும் கூட. கேளடி கண்மணி பாடதன் சங்கதி. இது எனக்கு ரொம்ப பிடிக்கிற சாங். நீங்கள்லாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி, வணக்கம். കൊള്ളാം, നന്നായിരിക്കുന്നു. ഏതാ അടുത്തതിൻ്റെ ഓക്കെ ഓക്കെ. ജഗദീഷ് ചേട്ടനാണ് ഈ രാജവാണിക്ക് വാങ്ങുന്നത്. ഞാൻ ആരാന്നറിയണോ അല്ലേ, എന്തിനാന്നറിയണോ അല്ലേ? ഒരു രാത്രിക്ക് ഒരു ഹോസ്റ്റലിന്റെ കിളിവാല് മുട്ടിയപ്പോഴ ഞാൻ ഈ ചോദ്യം ആദ്യം കേട്ടു. നീ ആരാണ്, നിനക്ക് എന്തിന് വേണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്കെൻ്റെ ലവറിനെ കാണണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ലവർ ഒന്നും ഇല്ല. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, പോട്ടെ, അതാ നല്ലത്. ഇളയരാജ അറിയാലോ, ഇത് മൂത്ത രാജയാണ്, இது இளையராஜா. எல்லோருக்கும் வணக்கம். எனக்கு பாடத்தான் தெரியும் தவிர பேசுவது நன்னாட வழக்கமில்லை. என்றா நானும் ஒரு பாட்டு பாடட்டேன். கல்யாண மாலை கொண்டாடும் பெண்ணே, என் பாட்டை கேளு, உண்மைகள் சொன்னே. ஸ்ருதியோடு லயம் போலவே இளையாகும் துணையாகும் சம்சார சங்கீதமே. கல்யாண மாலை கொண்டாடும் பெண்ணே, என் பாட்டை கேளு, உண்மைகள் சொன்னே. எல்லோருக்கும் வணக்கம். മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നമുക്ക് പ്രിയപ്പെട്ട നടനാണ് ശ്രീ ലാലു അലക്സ്. ലാലുച്ചായനാണ് രാജവാണിക്ക് വന്നത്. ഹലോ, വളരെ പേഴ്സണലായിട്ട് പറയുക. ഞാൻ ആരാണെന്നറിയണമല്ലേ, എന്തിനാണെന്നറിയണമല്ലേ? ഒരു പാതിരാത്രിക്ക് ഒരു പള്ളിയുടെ കിളിവാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യം കേൾക്കണത്. നീ ആരാണ്, നിനക്ക് എന്തിനു വേണം? ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ തലയ്ക്കൊന്ന് കൈവെക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറയുക, നിന്റെ സ്വഭാവത്തിന് തലയ്ക്കല്ല കർണക്കുറ്റിക്കാണ് കൈവെക്കേണ്ടതെന്ന്. പിന്നെ അവിടെ നിന്നില്ല, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അന്ന് വീണ പേരാ മാണിക്യം, അലക്സ് മാണിക്യം. ഭരട്ടമാനെ അത് മുഖം അതുപോലെ തന്നെ ആയി മാറുമല്ലേ ലാലുലക്സ് വരുമ്പോഴത്തേക്ക് ആ എക്സ്പ്രഷൻസ് കൂടെ. പാട്ട് പാട്, അടുത്ത പാട്ട്. അല്ല, പാട്ട് പാടാം. I am thinking of you. Ga 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 da paresa, I am thinking of you. ഇളമാൻ കണ്ണിലൂടെ I am thinking of you. ഇളനീർ കനവിലൂടെ I am thinking of you. Saloma, oh Saloma, Saloma, oh Saloma. Ga 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 paresa, I am thinking of you. Ga 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 da paresa, I am thinking of you. ഇളമാൻ കണ്ണിലൂടെ I am thinking of you. ഇളനീർ കനവിലൂടെ I am thinking of you. Saloma, oh Saloma, Saloma, oh Saloma. Thank you. ഇനി രാജമാണിക്യമാകാൻ എത്തുന്നത് നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട
കൊച്ചിൻ ഹനീഫിക്കാണ്. എടാ പന്നി, ഞാൻ ആരാണെന്ന് അറിയണമല്ലേ, എന്തിനാണെന്ന് അറിയണമല്ലേ? ഒരു പാതിരാത്രിക്ക് ഒരു ഇറച്ചിക്കടയുടെ കിളിവാലും മുട്ടിയപ്പോഴാണ് ഞാൻ ഈ അറാൻ പറഞ്ഞ ചോദ്യം ആദ്യം കേൾക്കണത്. നീ ആരാണെന്ന് നിനക്ക് എന്തിനു വേണമെന്ന് ഞാൻ പറഞ്ഞ് 1 കിലോ മട്ടൻ വേണമെന്ന്. അപ്പം പൊട്ടൻ പറഞ്ഞു ഇവിടെ മട്ടനില്ലെന്ന്. പിന്നെ അവിടെ നിന്ന് ഒറ്റ ഒട്ടം വെച്ച് കൊടുത്ത് എന്താണ് നോക്കുന്നത്? എന്താ തലണ അടുത്ത എം ജി ശ്രീകുമാർ. വളരെ വ്യത്യസ്തമായ റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. മോഹൻലാലിന് വേണ്ടി ഞാൻ ആലപിച്ച ഈ ഗാനം ആരാലപിച്ചു? ശരിയായ ഉത്തരം പറഞ്ഞ എത്ര രൂപ സമ്മാനം? 10,000 രൂപയുടെ സമ്മാനം. 10,000 രൂപയുടെ സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, പാട്ട് ശ്രദ്ധിക്കുക. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും മേഘം മഞ്ഞിൻ മേഘം ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. അപ്പോൾ 10,000 രൂപയുടെ സമ്മാനം കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ. സമ്മതിച്ചിരിക്കും. നമുക്ക് എന്നാ കഴിവല്ലടാ. നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരനായ നടൻ ശ്രീ മാമുക്കോയ ചെയ്താൽ, അതായത് നമുക്കറിയാം ഇത് സുന്ദരനല്ലേ, ചിരിക്കണം എന്താണ്. അപ്പോൾ മാമുക്കോയ നമുക്കറിയാം, അദ്ദേഹം കോഴിക്കോട് ഭാഷയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്പൂതിരി ആയാലും മാണ്ടാന്നേ പറയൂ. അപ്പോൾ അദ്ദേഹമാണ് ഈ തിരുവനന്തപുരം ഭാഷയിൽ ഈ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. അല്ലാ വാലേസ്ന എടാ കൊച്ചു കള്ള, നമ്മൾ ആരാന്നറിയണമല്ലേ, എന്തിനാന്നറിയണമല്ലേ? ഒരു പായ് രാത്രിക്ക് ഒരു മണിയറേൻ്റെ കിളിവാല് മുട്ടിയപ്പോഴാണ് നമ്മൾ ഈ അറാൻ പറഞ്ഞ ചോദ്യം ആദ്യം കേൾക്കുന്നത്. ഈ ആരാണ് എനിക്ക് എന്തിനു വേണമെന്ന്. നമ്മൾ പറഞ്ഞു സീൻ കാണണമെന്ന്. അപ്പോൾ ഒരു പറഞ്ഞു പറ്റൂലാണ്. പിന്നെ എന്നില്ല, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത്, എന്നിട്ട് പറയാമെന്ന് വിളിച്ച്, എന്നിട്ട് പറഞ്ഞു ബ്ലൂടൂത്തിലാക്കി തരാമെന്ന്. അന്ന് വീണ പേരാണ് മാണിക്യം, ഈസ് മാണിക്യം. വരട്ടെ മോനെ. അല്ലാ. അടുത്തതായിട്ട് KG മാർക്കോസ്. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പോരിഷയേറിടും വാഹതൻ കൺമണി പോരിത നൂറിൽ പൂങ്കരൾ ഫാത്തിമ. പാരിലെ നാരിമാർ കാകയിൽ മാതൃക, പാരിലെ നാരിമാർ കാകയിൽ മാതൃക. പോരിതൽ ഹാഷിം പൂങ്കരൾ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. മത്സരം കഴിഞ്ഞ സ്ഥിതിക്കും ഒരു ഫലപ്രഖ്യാപനം പറയാതെ വയ്യ. ആരും വിഷമിക്കരുത്, രണ്ടുപേരും അത് സ്പോർട്ടീവായിട്ട് തന്നെ എടുക്കണം. സ്പോർട്ടീവായിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ അതായത് റിയാലിറ്റി ഷോകളിൽ മത്സരത്തിന് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവസാനത്തെ ആളെയാണ് ആദ്യം പറയുക, 3-ാം സ്ഥാനക്കാരനെയാണ് ആദ്യം പറയുക. അതേപോലെ ഇവിടെ തോറ്റ ആളെയാണ് ഞാൻ ആദ്യം പറയുന്നത്. വിഷമം തോന്നരുത്. ശരി. അതെ, ഈ മത്സരത്തിൽ ശരിക്കും തോറ്റത് ഞാനാണ്. കാരണം
നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഒരു മത്സരമാണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും രണ്ട് വിധത്തിലാണ് പെർഫോം ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും താരങ്ങളെയാണ് അനുകരിച്ചിരുന്നതെങ്കിൽ എനിക്ക് കമ്പയർ ചെയ്യാമായിരുന്നു. നിങ്ങൾ ഒരാൾ താരങ്ങളെ അവതരിപ്പിച്ചപ്പോൾ ഒരാൾ പാട്ടുകാരെ അവതരിപ്പിച്ചു. ആ മത്സരം ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിക്കളഞ്ഞു. അതാണ് ഒരു അതെ അതെ അതാണ് മിമിക്രിക്കാരുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അവർക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനറിയാം, സന്ദർഭത്തിനനുസരിച്ച് അവർ രക്ഷപ്പെടാനും അറിയാം. അങ്ങനെ രണ്ടുപേരും ഇവിടെ രക്ഷപ്പെട്ടു. ഒരുപാട് പരിപാടികളിൽ നിന്നും തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതെ അതേപോലെ. പിന്നെ ഇതൊരു മത്സരമായിരുന്ന സ്ഥിതിക്ക് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വാച്ച് ചെയ്യായിരുന്നു. നിങ്ങളിൽ എന്ത് സാമ്യം, എന്ത് വെച്ചിട്ടാണ് ഒരാൾ നല്ലത്, ഒരാൾ രണ്ടാം സ്ഥാനമെന്ന് പറയാമെന്ന് ഞാൻ നോക്കിയപ്പോഴും എനിക്ക് ആകെപ്പാടെ കണ്ടുപിടിക്കാൻ സാധിച്ചത് രണ്ടുപേരുടെ ഷൂ ഒരേപോലെയാണ്. അതാണ് നിങ്ങളുടെ ഒരു മത്സരം. അതിൽ വേണമെങ്കിൽ ഞാനൊരു മത്സരം പറയാം, ആരുടെ ഷൂ ആണ് നല്ലതെന്ന് പറയാം. അതെങ്കിലും പറ. അത് പറയാം. അതിലെങ്കിലും ഒന്ന് പറയണേ. ഓക്കെ ഓക്കെ. രാജാ സാഹിബിൻ്റെ ഇടത്തെ ഷൂവും നസീറിൻ്റെ വലത്തെ ഷൂ ആണ് നല്ലത്. ഇതാണ് സിദ്ദിഖിക്കാട് തന്ത്രപരമായിട്ടുള്ള ഒരു എസ്കേപ്പിംഗ് എന്ന് പറയുന്നത്. പൊട്ടിച്ചിരിപ്പിക്കുന്ന രസകരമായ സ്കിറ്റുമായി ഭീമ സിനിമ ചിരിമ തുടരുകയാണ്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. മരണശേഷം ഗതി കിട്ടാതലയുന്ന ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഉപദ്രവകാരികളാണെന്ന് നാം കേട്ടിട്ടുണ്ട്. ഇത് സത്യമാവാം, അസത്യമാവാം. ഇവിടെ മരിച്ചുപോയ അച്ഛൻ്റെ ഉപദ്രവം മൂലം പൊറുതിമുട്ടിയ ഒരു കുടുംബത്തിലേക്ക് അച്ഛൻ ഉറക്കാത്ത വീട്. നിങ്ങൾക്കെന്നെ മനസ്സിലായി കാണില്ലല്ലേ? ഞാൻ ഗോപിപ്പിള്ള. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ദാ ആ കിടന്നുറങ്ങുന്നതാണ് എൻ്റെ മൂത്ത മകൻ. 10-12 വർഷം മുമ്പ് ഞാൻ കിണറ്റിൽ വീണ് ചത്തതാ. ജീവിച്ചിരുന്നപ്പം എനിക്കൊരു തുള്ളി വെള്ളം ഇവന്മാർ തന്നിട്ടില്ല. ഞങ്ങൾ ആത്മാക്കൾക്ക് വർഷം തോറും ഒത്തിരി വെള്ളം കിട്ടണത് ഈ കർക്കിടവാവിന്. അതിന് പോലും ഒരു തുള്ളി വെള്ളം ഇവന്മാർ തന്നിട്ടില്ല. വെള്ളം കുടിച്ച് ചാകാന്ന് വിചാരിച്ച കിണറ്റിൽ ചാടിയത്. അപ്പൊ വേണ്ടടാ ഇവന്മാരെല്ലാം കൂടി വലിച്ച് കരക്കി കയറ്റിയിട്ട് വയറ് ഞെക്കി ഉള്ള വെള്ളവും കളഞ്ഞു. ചുരുക്കി പറഞ്ഞ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഗതിയില്ലാത്ത ഒരു പാവപ്പെട്ട ആത്മാവായി ഞാൻ. ചെവിതല തരിയല്ല ഇവൻ. കിടക്കിടക്കണ കിടപ്പ് കണ്ടില്ലേ? 10,500 രൂപയ്ക്ക് ഡെയിലി പണിയെടുക്കണവനാ. അടിച്ചിരിക്കണതാണ് അയാളുടെ ചാത്തൻ സാധനം. സ്വന്തം തന്തയ്ക്ക് വെള്ളം കൊടുക്കാത്തവനെ നിന്നെ ഞാനിന്ന് ഉറക്കാടാ. ഒന്ന് നിർത്ത്. നേരം വെളുത്ത് വയ്യോള ഈ വീട്ടിലെ പണിയും കഴിഞ്ഞ് ഒന്ന് നടുവെന്ന് ഉറക്കാൻ കിടന്നപ്പോ പാതിരാത്രിക്ക് വിളിച്ചു കൂവി ഞങ്ങളെ ഉറക്കത്തില്ല, അയലത്തുകാരെ ഉറക്കത്തില്ല. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ? ഞാൻ കണ്ടു. എന്ത് കണ്ടു? ഞാൻ കണ്ടു. ഓ, നേരം വെളുത്ത് പണിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം പൂളവെള്ളം വലിച്ചു കയറ്റി വന്ന് ഈ മുറ്റത്ത് കിടക്കണം. നിങ്ങൾ പിന്നെ എന്തോ കണ്ടുന്നാ? നീ പോയി അവിടുന്ന്. ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയുള്ളവന്റെ ഉറക്കം മൊത്തം കളഞ്ഞിട്ട് ചേട്ടൻ നന്ദൻ സിനിമയിൽ ബാലാമണിയായിട്ട് വിടുന്നത് കളിക്കണം. അല്ലാതെ ചത്തുപോയ നമ്മളെ അച്ഛനെ കണ്ടുന്നേ. ജീവിതത്തിൽ ചൊവ്വേ നേരം അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ അല്ല മരിച്ചപ്പോ ഇങ്ങോട്ട് വരാൻ പോകും. എന്റെ പൊന്നണിയാ സത്യമായിട്ട് ഇങ്ങോട്ട് ദേ പോണു. അയ്യോ ദേ പോണു. ചേട്ടന്റെ ഓരോ അന്ധവിശ്വാസമാണിത്. പേടിയുണ്ടായിട്ടാണ് അങ്ങനെയൊക്കെ. എവിടെ കൂടി പേടിപ്പിക്കണം. ഞാൻ വിശ്വസിക്കാത്ത എന്റെ ദൈവങ്ങളാണ്. ഞാൻ നമ്മുടെ അച്ഛനെ കണ്ടു. ഈ ചില്ലി ഗോപിയെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. എന്താ മക്കളവിടെ? അമ്മേ, ചേട്ടൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. അച്ഛനെ കണ്ടെന്ന്, അച്ഛന്റെ ഉപദ്രവം ഉണ്ടെന്നൊക്കെ. അനുഭവിക്ക്. നിങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടില്ലേ പഞ്ചവടിയിൽ പോയിട്ടൊക്കെ ഒന്ന് ബലിയിടാൻ? അനുഭവിച്ചോടാ കുരുത്തം കെട്ടോ ഒറ്റങ്ങളെ. തള്ളേ ഉള്ള ബഹളം കൊണ്ട് ഞാൻ പറയാ.
അങ്ങോട്ട് വന്നുകൊണ്ട് ചവിട്ടിയെടുത്ത് ഞാൻ പുറത്തിടും. ചവിട്ടിയല്ലെങ്കിലും പുറത്ത് തന്നെ കിടക്കണത്. ഈ തള്ളയുടെ കാര്യം പറഞ്ഞ ചേട്ടാ അമ്മ പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ? എന്നെ ചവിട്ടിയെടുത്ത് പുറത്തിടണോ? അതല്ല, ജീവിച്ചിരുന്നപ്പോ നമ്മള് മക്കള് അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തിട്ടില്ല. ഇല്ല. മരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ മതി, കൊടുക്കണ്ട. അങ്ങനെയെങ്കിലും ഒരു ഉൾപ്പുളകം നമുക്ക് കിട്ടിക്കോട്ടെ. ഉൾപ്പുളകം പച്ച വെള്ളം ഞാൻ കൊടുക്കുള്ളൂ തന്തയ്ക്ക്. പച്ചവെള്ളം കൊടുക്കണ്ട, ചൂടുവെള്ളം കൊടുത്താൽ മതി. അച്ഛൻ ഒത്തിരി പ്രായമായതല്ലേ. എടാ നിനക്കറിയാമോ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ വൈകിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കുക. അങ്ങേര് കള്ളും കുടിച്ചുകൊണ്ട് വന്ന് എന്നെ കാല് മടിക്കുക ഒരു ഒറ്റയടി. ഫുട്ബോൾ പോലെയാ ഞാൻ അപ്പുറത്തെ അമ്മയുടെ വീട്ടിൽ പോയി വീണത്. അന്ന് എന്നിട്ട് ചേട്ടൻ ഈ പരാതിയൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് എനിക്ക് അമ്മയുടെ വീട്ടിൽ പോയിട്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് നന്നാവത്തില്ല. എന്റെ ചേർത്തി ഈ പ്രാക്കൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി തീർക്കും? എവിടെ തീർത്താലും കുഴപ്പമില്ല, അച്ഛന്റെ ഈ ഉപദ്രവം തീർക്കാണ്ട് യാതൊരു രക്ഷയില്ല. ഈ നട്ടപ്പാതിരാത്രിക്ക് ഇത് എങ്ങനെ തീർക്കുമെന്നാ പറയണത്? എടാ ഞാനിവിടെ ഒരു വള കണ്ണടച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാമോ? ദേ എനിക്ക് പഠിച്ചൊരു ജോത്സ്യനുണ്ട്, നമ്പർ ഞാൻ തരാം. നീ നാളെ എപ്പോഴാന്ന് വെച്ചാ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം മതിയില്ലേ? നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേട്ടനെ വിളിച്ച് അകത്തോണ്ട് പോയി കിടത്തിക്കേ. ഇങ്ങോട്ട് വാ മനുഷ്യ ഒന്ന്. എല്ലാ പൊന്നോ, അച്ഛന്റെ ഉദരവം പിന്നെ സഹിക്കാം, ഇതിന്റെ ഉദരവം ഒട്ടും സഹിക്കാന്നുള്ളത്. ഞാൻ ഇവിടെ എല്ലാവർക്കും കേട്ടോളാം. ചേർത്തി ഇതൊന്നേ, ഇനി ചേട്ടൻ പറഞ്ഞ സത്യമായിരിക്കുവാ. അച്ഛൻ അവിടെ കണ്ട് അച്ഛൻ ഇവിടെ കേട്ട് എന്ത് ചെയ്യും? എന്തായാലും നാളെ നേരം വെളുത്തിട്ട് ഒരു പരിഹാരം കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. ശരിയാ. കാര്യത്തിന് ഞാൻ മാത്രം. ചേർത്തിയേ, ചേർത്തി ആ ഇങ്ങോട്ട് വന്നേ. ഇത് എന്താണ്? എന്താടാ? ഇങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ അടുപ്പിക്കരുത്. ജോത്സ്യൻ ഇപ്പൊ വരും. ഞാൻ ഓരോന്ന് എടുത്തോണ്ടിരിക്കുവാ. ആ ഇങ്ങോട്ട് പെട്ടെന്ന് എടുത്ത. ഇങ്ങോട്ട് എന്തുവാ, ഇങ്ങോട്ട് കൊണ്ട് വെക്ക്. പിന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം. പിന്നെ ചെണ്ടയും വിളക്കും എടുത്താ. ചെണ്ടയും വിളക്കുമല്ലടാ, കിണ്ടിയും വിളക്കും. പൂസങ്ങളെ വേണം. പിന്നെ വേറെ പൂവും പുഷ്പവും വേണം. എന്റെ സനല് എല്ലാം കൂടെ പറയാ, ഏതെങ്കിലും ഒന്ന് പറ. ഇപ്പൊ ഏതാ ഉള്ളത്? പുഷ്പം. ദൈവമേ, എമ്മയ്ക്ക് പഠിച്ച പെണ്ണുമ്പിള്ള പറയുന്നത് കേട്ടില്ലേ? പുഷ്പം ഒന്നും കഷ്ടമാണ്. അതിനെന്തെങ്കിലും വരാന്ന് പറഞ്ഞിട്ട് അവരും വന്നില്ല. എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ ഭഗവാനെ. ചേട്ടേ അളിയനും പെങ്ങളും വരുന്നുണ്ട്. ഇവളെന്താ കരഞ്ഞോണ്ട് വരുന്നത്? നീ എന്നിവിടെ കയറി വന്നാലും കരഞ്ഞു നല്ല വിളിച്ചോണ്ടാണല്ലോ അടി വരുന്നത്. അതിന് സന്തോഷിക്കാൻ പറ്റിയ സാധനത്തിനല്ലേ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തല കയറ്റി വെച്ചത്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് എന്റെ ചേട്ടനോട് അറിയിച്ചില്ല? ഇന്നലെ വൈകുന്നേരം ഞാൻ മൊബൈലിൽ വിളിച്ച് അളിയനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ. എടാ നേരിട്ട് പറയണ്ടേ? നിനക്ക് ആകെയുള്ള ഒരു അളിയനല്ലേ. എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു പരാതിയില്ല. എന്നാൽ അദ്ദേഹത്തിനോട് പറയണ്ടായിരുന്നു. സമാധാനപ്പെടും, ഞാൻ അളിയനെ വിളിച്ചോളാം. അദ്ദേഹം ഞാൻ പുറത്തെപ്പണ്ട് ഇങ്ങോട്ട് കേറത്തില്ലെന്നാ പറയുന്നത്. അളിയാ ഇങ്ങോട്ട് വാ എന്റെ അളിയ, ചുമ്മാ വെറുതെ. ഈ പറമ്പിനകത്ത് ഞാൻ കാലൂത്തൂല. എന്റെ പൊന്നളിയ ഒന്ന് കേരളിയ, വെറുതെ നിർബന്ധം കാണിക്കല്ലേ. അളിയ വെറുതെ വാശി പിടിക്കുന്ന ഈ പറമ്പിനകത്ത് ഞാൻ കാലു കുത്തൂല. അളിയന് പണ്ട് തൊട്ടേ ഉള്ള ഈ സ്വഭാവമാണ് ഇങ്ങനെ പുറത്ത് കിടന്നുള്ള കളി. ഇയാളെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇതെന്താണ് അളിയ കിടന്ന് കാണിക്കുന്നത്? മര്യാദയ്ക്ക് അവിടെ എങ്ങനെ നിക്ക്. സംഭവം ഞാൻ അറിഞ്ഞു. എന്ത് സാധനം എവിടെ ഇരിക്കണേ? രാവിലെ തന്നെ അടിച്ചിട്ടുണ്ടല്ലോ, ഇനിയും വേണം. അതല്ലാന്ന് പിന്നെ അച്ഛന് കിട്ടിയ ഉപദ്രവം എവിടെയാടാ? എന്റെ ദൈവമേ, അച്ഛന് കിട്ടിയ ഉപഗ്രഹമല്ല, ചേട്ടൻ അച്ഛന്റെ ഉപദ്രവം ഉണ്ടെന്നാ പറഞ്ഞത്. ഈ പന്നീനെ കണ്ട ആരെ ഉപദ്രവിക്കാണ്ടിരിക്കണേ? ഞാൻ നാളെ നോട്ടം വെച്ച അപ്പുറം ഒറ്റ അടി അടിച്ചള്ള തന്നെ. ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം. കൈ കൊണ്ട് സംസാരിക്കരുത്. കൈ കൊണ്ട് സംസാരിച്ചാൽ എന്താ? കണ്ണി കൊണ്ട് നീ സമാനം പറയോ? അളിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് പൂക്കളി കുത്തി സംസാരിക്കണം. എന്താണ്? ഞാൻ നിന്റെ ആരാ? അളിയൻ ആണല്ലോ. ഇവൾക്കട കെട്ടിയോ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നിട്ട് ഇന്നലെ രാത്രി നീ ഫോൺ വിളിച്ചു ഗുണഗുണാന്ന് സംസാരിച്ചു. കാലത്ത് എണീറ്റപ്പോ ഇവളും ഗുണഗുണാന്ന് സംസാരിച്ചു. എന്ത് കണഗുണയാടാ ഇവിടെ നടക്കണേ? ഇവിടെ ഒരു കണഗുണയും നടക്കണില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജോത്സ്യൻ ഇങ്ങോട്ട് വരാൻ പോവാണ്. ജോത്സ്യനയുടെ ഗാനമേളണ്ടാ? എങ്കിൽ ഞാൻ തകർക്കും. എന്റെ അളിയ ജോത്സ്യനയുടെ ഗാനമേളൊന്നുമല്ല, പിന്നെ കബഡി നിരത്തി പ്രശ്നം ഉണ്ടാക്കുന്ന ജോത്സ്യൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഓ അങ്ങനെ. അളിയ അവിടെ പോയി മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക്. എന്താണ് നീ എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. ഞാൻ ഇവളെ കെട്ടിവിടെ കേറി വരുമ്പോ ഞാൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാ അളിയന്മാര് സ്ഥിരം പറയുന്ന ഡയലോഗാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാൻ. അങ്ങോട്ടെങ്ങനെ മാറിയിരിക്കും. ഓ നിന്റെ ആങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്. എന്ത് കാറ്റാ കാച്ചാനാ മനുഷ്യ അവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മാത്രം മതി. ഇനി നീ അകത്ത് പോയിട്ട് അവളെ മകളെ എടുത്തോണ്ട് വാ. അവളും മകളോ? അതാരാ? അയ്യോ അവലും മകളും പെട്ടെന്ന് എടുത്തോണ്ട് വാ. ജോത്സ്യൻ കഴിഞ്ഞു പോയി. അയ്യോ ജോത്സ്യനാണെന്ന് തോന്നുന്നു. അയ്യോ ജോത്സ്യന് വീടല്ല. വീണതല്ല, ഭൂമിദേവിന് വന്നിച്ചതാ. അല്ലാതെ മുണ്ടേ ചവിട്ടി വീണതല്ല. മുണ്ടേ ചവിട്ടി എന്റെ പട്ടി വീണു. അമ്മേ ഭഗവതി കാത്തിരിഷ്ടാക്കണേ.
മൊത്തം ദുർഭൂതങ്ങളാണല്ലോ. അയ്യോ ദുർഭൂതങ്ങളല്ല, അതെന്റെ അളിയനും പെങ്ങളുവാ. എല്ലാവരെയും കൂട്ടിയിട്ടാ പറഞ്ഞത്. അളിയനാണോ ഉപദ്രവം? അളിയനല്ല ഉപദ്രവം, പിന്നെ ആർക്കാ? ചേട്ടനാണ് ഉപദ്രവം. ചേട്ടൻ എവിടെ? ദാ നിൽക്കുന്നു ചേട്ടൻ. ചേട്ടനെ കണ്ട മകനെ പോലെ ഉണ്ടല്ലോ. അത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേട്ടാന്ന് വിളിക്കുന്നു. ആണോ? എന്നാ ചേട്ടൻ ഇവിടെ വരിക. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങാട് വരും. അടുത്തേക്ക് ഡാഷിന്റെ അത്രയും പൊക്കമുള്ളൂ. കോമറേനിന്റെ കൊരയാണല്ലോ. കടിക്കുവോ? കടിക്കത്തില്ല, കൊര മാത്രമേ ഇല്ല. സത്യത്തിൽ ചേട്ടനല്ല പറയുന്നത്, പിന്നെ അച്ഛനാണ് പറയുന്നത്. അച്ഛന്റെ ഉപദ്രവമാണ്. സമയം നോക്കണം. 11:10. ആ സമയമല്ല, കബഡി നേരത്തെ സമയം നോക്കണം. ദോഷങ്ങളുണ്ട്, വാസ്തുദോഷമുണ്ട്, പിതൃദോഷമുണ്ട്, അയൽദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്, നാഗദോഷമുണ്ട്. തനിക്ക് ജലദോഷമുണ്ട്. ഉണ്ട്. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ കാണിച്ചപ്പോ മനസ്സിലായി. അത് മഴ കൊണ്ട് നടക്കണത് കൊണ്ടാ. മഴ കൊണ്ട് കിടക്കാതെ വല്ല കൊടയും കൊണ്ട് കിടക്കും. മഴയും കൂടെ ഒക്കെ അവിടെ കിട്ടെ, നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. അപ്പൊ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടില്ലേ? എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നിലവിളക്കുണ്ട്, പഴമുണ്ട്, ചന്ദനത്തിരി ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അടക്കയുണ്ട്, വെറ്റിലുണ്ട്. അതിനകത്തുള്ള ദക്ഷിണ മാത്രമില്ല. അത് ഞാൻ തരണം. തരണമല്ലോ. ഒരു സംശയം തീർക്കണം. ചോദിച്ചോളൂ. ഈ മെലകെട്ട പല കാണുന്ന ഷൂ എന്ന് പറഞ്ഞ സാധനം എന്താ? പറഞ്ഞുതരാം. അതിലെ പോണ ചേട്ടനും ചേച്ചിനെ കണ്ടു കിടക്ക സാധനം. ആ ചേട്ടൻ അറിയാട്ടാ, ചേച്ചിനെ മാത്രം ഒന്ന് വിളിച്ചേ. ചേട്ടൻ അറിയരുത്. ഇപ്പൊ വിളിച്ച ഷൂ ഇല്ലേ, അതേപോലത്തെ ഒരു ഷൂ ആണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ കായും കൂഴിയും ചേർത്തിട്ടുള്ള ഷൂ വേറെ ഉണ്ട്. അതുകൂടെ പറഞ്ഞാൽ അനാവശ്യമായി പോകും. അല്ല പിന്നെ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. വിശ്വാസമുണ്ടോ? അതല്ലേ എല്ലാം. എല്ലാവരുടെ പരസ്യം മറിഞ്ഞ് കളിക്കാനല്ലേ പറഞ്ഞത്. ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? പിന്നെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നലെയും പോയായിരുന്നു. എവിടെ? പരലോകത്തേക്ക് അമ്പലത്തിൽ പോയായിരുന്നു. എന്നിട്ട് പാലും പഴവും കഴിച്ചു. ഗണപതിക്ക് വെച്ചിരുന്നതാ? അയ്യോ അതല്ല, വഴിപാട് കഴിച്ചത്. ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വഴിപാട് കഴിക്കണം. ഞാൻ ഡെയിലി കഴിക്കണം. ഇത് കഴിക്കണ കാര്യമല്ല പറഞ്ഞത്, വഴിപാട് കഴിക്കണ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പ്രശ്നത്തിൽ കിടക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞത്? അച്ഛന്റെ ഉപദ്രവം. എന്നാ വന്ന വഴിക്ക് കെണി വെച്ച് പിടിച്ചാലോ? അച്ഛനെ പേടിച്ചാലിയാ പ്രശ്നം ഉണ്ടാക്കുന്നേ. ഉത്രട്ടാണ വീശണോം. ഭീഷണോ സാധനപ്പുറത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വീശാം വിസറാളാം. അപ്പൊ എല്ലാവരും കൂടെ അടുത്ത് വരിക. എന്നിട്ട് ആ കൈ അങ്ങോട്ട് നീട്ടാ. എന്നിട്ട് ഇതെല്ലാവരും കൂടി അങ്ങോട്ട് പിടിക്കുക. എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് മനസ്സിൽ അച്ഛനെ ധ്യാനിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കുക കേട്ടാ. അച്ഛന്റെ ഉപദ്രവം മാറുമോ? അതിൽ നിന്ന് അച്ഛന്റെ ഉപദ്രവം മാറൂല, നിന്റെ ഗ്യാസിന്റെ ഉപദ്രവം മാറും. ഇത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന ബിസിനസ്സാ. ഞാൻ ചവിട്ടി കുഴച്ചുണ്ടാക്കുന്ന ഒരു അയമോദക സത്ത് കേട്ടോ. വിശ്വസിക്കാം, എൻ്റെ ഒരു സൈഡാ. അല്ല നിങ്ങളുടെ സൈഡായിരുന്നു ഞങ്ങൾക്ക് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവോ? ഇല്ല, ഇത് ഞാൻ സൈഡ് നടത്തുന്ന ഇതിന്റെ സൈഡ് എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാവൂല. പിന്നെ ഇത് കഴിക്കണം നിങ്ങളല്ലേ, അപ്പൊ അതിന്റെ പേരിൽ അതിന്റെ സൈഡ് എഫക്ട് എനിക്കും ഉണ്ടാവൂല. കച്ചവടം നടത്താണ്ട് കാര്യത്തിൽ കാര്യത്തിൽ കിടക്കാം. ശുക്ലാംബരം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം. പ്രസന്നവടെ ഇന്നോട്ടെ, വെറുതെ ഇവിടെ മന്ത്രം വെറുതെ കളഞ്ഞു കുളിക്കണ്ട. പ്രസന്നവദനം ചായ ഉണ്ടെങ്കിൽ കടുപ്പത്തിലെടുത്തോ, പഞ്ചസാര വേണ്ട കേട്ടാ. പ്രസന്നവദനം ജായേ സ്വാഹ നിങ്ങളിങ്ങനെ പുറകിൽ നിന്ന് ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ മൊത്തം കൺഫ്യൂഷൻ കുളമായി പോകട്ടോ. ഞാൻ തന്നെ ഒരു മീറ്റർ ഒപ്പിച്ച് റിഹേഴ്സൽ കൂടി ഇല്ലാണ്ടാ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കൂടി പ്രശ്നം ഉണ്ടാക്കല്ലേ. ക്ലാംബരതരം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ ശുക്രൻ ബുധൻ വ്യാഴം വെള്ളി ശനി. ഈ ഒരു കള ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. ഞായർ ഒഴിവല്ലേ. പ്രസന്നവദനം ധ്യായേ. നൂറിൽ കുറയാത്തൊരു നോട്ട് എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് മനസ്സിൽ അച്ഛനെ അങ്ങോട്ട് ധ്യാനിക്കാം. എല്ലാവരും പിടിച്ചോ? എല്ലാവരും മനസ്സിൽ അച്ഛനെ ധ്യാനിക്കാം. സമസ്ത അപരാധങ്ങളൊക്കെ പുറത്ത് അച്ഛൻ്റെ ആത്മാവ് ഈ വീടിൻ്റെ പരിസരത്ത് നിന്നും ഈ വീട്ടിൽ നിന്നും ഈ പഞ്ചായത്തിൽ നിന്നും ഈ ജില്ലയിൽ നിന്നും എന്തിനു പറയണ് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഒഴിവായി പോയിട്ടെന്ന് മനസ്സറിഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരോടും പ്രാർത്ഥിക്കാം. എന്തൊക്കെ ഇനി ദക്ഷിണ എടുത്തോളാം. ദക്ഷിണ ഇതിനകത്തിടാ. പൂ പിടിക്കുക. ദക്ഷിണ ഇട്ടോളൂ. പൂ പിടിച്ചോളൂ. ദക്ഷിണ ഇട്ടോളൂ. എന്നാൽ നിനക്ക് പൂവില്ല. ദക്ഷിണ ഇട്ടോളൂ. പിടിച്ചോളൂ. ഇനി പൂ അങ്ങോട്ട് തൊഴുത് പിടിച്ചിട്ട് എല്ലാവരും മനസ്സിലാക്കണ്ട അച്ഛനെ അങ്ങോട്ട് പ്രാർത്ഥിക്കാം. കണ്ണടച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചോളാം കേട്ടാ. അമ്മേ ഭഗവതി കാത്തിരക്ഷിച്ചാക്കണേ, എല്ലാ ദോഷങ്ങളും മാറ്റി വരച്ച് എല്ലാം ഭംഗിയാക്കി മാറ്റണേ. ഹലോ പൂജാരി, നിങ്ങളിത് എവിടെയാണ്? ഇവിടെ ആകെ കാണാൻ കൊണ്ടുപോയിട്ട് കിടക്കേണ്ട. ഞാൻ ടൈമിലെത്തി. ഇവിടെ ഉള്ളവർക്കൊരു ടൈമിംഗ് ഇല്ലാന്നേ. ഒന്ന് വേമ്പോ. കടടച്ചിട്ട് അല്ല കടടച്ചിട്ടല്ല നടടച്ചിട്ട് വേമ്പോ കേട്ടോ. ശരി ഓക്കെ.
പൂജാരിനെ വിളിച്ചതാ പട്ടച്ച പുതിയതാ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ കിടക്കാം അല്ലേ? ക്ലാംബരതരം ചതുവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ. അച്ഛന്റെ ശരിയായിട്ടുള്ള പേര് പറഞ്ഞോളൂ. സുകുമാരൻ. മണിയൻ. നാരായണൻ. അയ്യോ, ഇതെന്താ സാഗരയില് ജാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ പേര് പറയുമ്പോ കിടന്ന് തപ്പി കളിക്കണം. അമ്മനോട് ചോദിക്കുന്നേ. അമ്മേ. എന്താ മോനെ? അമ്മ അച്ഛന്റെ യഥാർത്ഥ പേരെന്നാ അമ്മേ? നീ മൂത്തമോ സുരേഷ് ആണോടാ? അല്ല, ഇളയമോ സനല. അന്നാ പുരുഷൻ. അതല്ല, ഇത് പറയുമ്പോ അമ്മക്കൊരു തപ്പലുണ്ടല്ലോ. അല്ല, പുരുഷൻ കറക്റ്റാണ്. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. കുഴപ്പമില്ല. ഇതെന്താണ് ചോദിക്കണെന്ന് അറിയാമോ? അച്ഛനെ ആവാഹിച്ചിരുത്തുമ്പോ ഇവിടെ അച്ഛന്മാരുടെ ബഹളോ ഇപ്പോ അതാണ് ഈ പറയണത് കേട്ടാ. അപ്പൊ ശുക്ലാംബരതരം ചതുവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ. പുരുഷൻ നാമധേയസ്യ. നാള് പറഞ്ഞോളൂ. പൂരാടം. ഭരണി. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് 2 എണ്ണം വേണമെന്ന് താല്പര്യമുണ്ടോ? അല്ല, അച്ഛൻ മരിച്ച ഭരണിയില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ് കിണറ്റിൽ വീണാണ് മരിച്ചത്. അച്ഛൻ മരിച്ച നാള് ഭരണിയാന്ന്. ഓ, ഭരണി. അപ്പൊ മരിച്ച നാള് ഭരണിയാണ്. ആ ഭരണി നാമധേയസ്യ. അപ്പൊ പൂരാടം എന്ന് പറയുമ്പോ ജനിച്ച നാളല്ലേ? അപ്പൊ പൂരാടം എന്ന് പറയുമ്പോ അത്തം ചിത്തിര ജ്യോതി വിശാഖം അനിഴം തൃക്കേട്ട ഈരാറ്റുവേട്ട വീരാജുവേട്ട എന്നെപ്പെട്ട റാണിപ്പെട്ട സൈതപ്പെട്ട പെട്ട പ്രശ്നം ഉണ്ടാക്കുന്നേ. ഇത് മൊത്തം കയ്യിന്ന് പോകട്ടോ അങ്ങനെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ പൊന്നോ. അപ്പൊ നമുക്ക് ഇനി അടുത്തുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഒക്കെ കിടക്കാം അല്ലേ? അപ്പൊ ഇതിന് പ്രശ്നം വെച്ച് നോക്കുമ്പോ എന്ന് പറയുമ്പോ സർവമംഗളമംഗല്യേ ശിവ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ ദോഷമുണ്ടല്ലോ. ഓ, ഉണ്ട്. പിന്നെ ശുക്കൂറിന്റെ സ്വഭാവം മൂലം ശശി മാറിയിരിക്കുകയാണ്. ശുക്രന്റെ സ്വഭാവം മൂലം ശശി മാറിയിരിക്കുകയാണ്. അല്ല, ശുക്രന്റെ അഭാവം മൂലം ശനി മാറിയിരിക്കുന്നത് കൊണ്ടും ശുക്രൻ ഉച്ചസ്ഥാനിയിൽ നിന്നും മാറി ഒറ്റക്കിരുന്ന് ഒച്ചത്തിൽ നിലവിളിച്ചിരിക്കുന്നതുകൊണ്ടും ദോഷമുണ്ട്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഈ വീടിന്റെ പരിസരത്ത് കിടന്നിട്ട് നിലവിളിച്ചുകൊണ്ട് കിടക്കണേ, എന്നെവിടെയെങ്കിലും കൊണ്ടുവന്നിരുത്തേ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, കറക്റ്റാണ്. പരിഹാരം ഇപ്പൊ വേണ്ട, പോകുമ്പോ പൊതിഞ്ഞു തന്നാ മതി. എന്ത് പലഹാരം? പരിഹാരം പരിഹാരം ഉണ്ടാവില്ല. ദേവിക്ക് ഒരു പുട്ടും കടലയും കൊടുക്കണം കേട്ടോ. പുട്ടും കടലേ? അല്ല, പട്ടും പളയും കൊടുക്കണം. കൊടുക്കാട്ടോ. ആ, മുരുകൻ ഒരു വേലി പണിത് കൊടുക്കണം കേട്ടോ. വേലി മാത്രമല്ല, അടിപൊളി ഒരു മതിലാണ് കൊടുക്കാട്ടോ. എടാ, വേലിയല്ല, വേലി ശൂലം പണിത് കൊടുക്കണം കേട്ടോ. ഗണപതിക്ക് പാലും പഴവും കൊടുക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ഗണിച്ച് പറയാണ് ജോലിസിന് ഒരു 1001 രൂപ ദക്ഷിണ കൊടുക്കണം കേട്ടോ. എന്നീ ഒപ്പൊന്നും ഇവിടെ നടക്കൂല കേട്ടോ. ഇപ്പൊ എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു പരിഹാരമായി, ദക്ഷിണ ഇട്ടപ്പോ എനിക്കും എന്റെ കുടുംബത്തിനും ഒരു നിലവാരമായി. അപ്പൊ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ വഴിപാടുകളൊക്കെ നടന്നോളൂല്ല അല്ലേ? അപ്പൊ ഇനി പൂജാരി കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ ആവാഹിക്കണം. ആവാഹിച്ചിട്ട് അച്ഛനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുത്തണം. പാലയിലടാ, കോട്ടയത്ത് 3 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ കൊണ്ടുവരും എന്നൊരു വിലയും തെച്ചു കൊടുക്കും. എടാ മഹാഭാവി, അതാണ് പറഞ്ഞത്. നമ്മൾ പിതൃക്കൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളൊരു സന്തോഷം കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അതാണ് ഞാൻ പറയണത്. മരിച്ചിരിക്കുമ്പോഴേക്കും അവർക്ക് സന്തോഷകരമായി എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഒരു കാര്യം ചെയ്താലോ? എല്ലാത്തിനും വിളിച്ചോട്ട് ഒരു വണ്ടി വിളിച്ച് വീഗാലാൻഡിലേക്ക് ടൂർ പോയാലോ? എടാ പെരട്ടെ, അതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. എടാ, ഇത് രാശി വെച്ച് അച്ഛന്റെ ആത്മാവിനെ വിളിച്ചു വരച്ചിട്ട് ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തണം. അപ്പൊ എല്ലാവരും കണ്ണടച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചോളാം. അച്ഛനെ രാമവാദം ചേരണേന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. രാമവാദം തീരണേന്നല്ല, രാമവാദം ചേരണേ. മരിച്ചു കഴിഞ്ഞാൽ രാമവാദം ചേരണ്ടേ? ചേരണോ? ചേർക്കാം. കണ്ണടച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചോളാ കേട്ടാ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാ. എന്റെ പൂജാരിയെ, ഇത് എവിടെയാണിത്? ഞാൻ തന്നെ ഇവിടെ ഒരു കണ പുണ്ണയ്ക്ക് വെച്ചാക്കി കേട്ടാ. ഒന്ന് ഇങ്ങോട്ട് വേഗം. ആ, ഗേറ്റിന്റെ അവിടെ എത്തിയാ. ഗേറ്റും വാതിലൊക്കെ തുറന്നിട്ടുണ്ടല്ലോ, വേഗം ഇങ്ങോട്ട് പോയി. അപ്പൊ ശരി കേട്ടാ. അയ്യോ, ഞാൻ ജോലിച്ചിനാണ്. അല്ല, ജോലിച്ചിനോടല്ല പറഞ്ഞത്, ആത്മാവിനോടാണ് പറഞ്ഞത്. ഇവിടെ ആത്മാവിരിപ്പുണ്ടായ കണ്ടല്ലേ ചമ്പടം പറഞ്ഞിരിക്കണത്. ഇവരെയൊക്കെ എനിക്ക് കാണാൻ പറ്റും, അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ഇവരോട് സംസാരിക്കാനും പറ്റും. അപ്പൊ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. അല്ല, ആത്മാവിനെയാണ് വിളിച്ചത്, എന്നെയാണ് വിളിച്ചത്. അല്ല, ഒരു ജോലിച്ചിനാണ് വിളിച്ചത്. വരൂ, എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? എല്ലാവരും കണ്ണടച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചേക്കാ. അച്ഛനെ മനസ്സിലാക്കിയേക്കാ കേട്ടാ. എന്താ കാര്യങ്ങൾ? എല്ലാം കൈവിട്ടു പോയാക്കാണ്. എന്നെ കൊണ്ട് ഒറ്റക്ക് സാധിക്കും. പൂജാരി വരാനായിട്ട് ഇത്ര നേരം നിർത്തിയത് എവിടെയാണ്? എല്ലാവരും അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് വീട്ട് തരാം. ബാക്കി കയ്യിൽ നിന്നിട്ട് കളിച്ചോ. എല്ലാവരും വരിക, എല്ലാവരും പരേതാത്മാവും എല്ലാം
ഭംഗിയായി തീരണേന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ജ്യോത്സ്യം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. ആ, അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മാവിനെ ആഹാവിച്ച് ഇവിടെ ഇരുത്താൻ പറ്റുള്ളൂ, തകിടിൽ ഇരുത്താൻ പറ്റുള്ളൂ. അച്ഛന്റെ ആത്മാവ് മാത്രമല്ല 200 ആത്മാക്കളോട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. ആദ്യം നമ്മൾ അവരെ വിളിച്ചിരുത്തണം. അപ്പൊ ഈ 200 പേരെ കൂടി ഒരു ഒറ്റ പിടുത്തം പിടിക്കാം, കൂട്ടപ്പിടുത്തം. നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും അല്ലേ? അത് തുടങ്ങാം. നമുക്ക് കൂട്ടിപ്പിടുത്തോട് പിടിക്കാം. എല്ലാവരും പൂ പിടിച്ചോളൂ, കൊടുത്തോളൂ, അങ്ങോട്ടൊക്കെ കൊടുത്തോളൂ. നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മാവിനോട് ആവാഹിച്ചിരുത്താൻ പറ്റുള്ളൂ. നന്നായിട്ട് കടിച്ചാ പൊട്ടെന്ന് പറയണ്ട, വായിൽ വെപ്പല് തീർച്ചു. അപ്പൊ പറഞ്ഞോളൂ, അച്ഛൻ്റെ സാമീപ്യം ഉണ്ടാവണേ, അച്ഛൻ്റെ പ്രേതബാധകൾ ഒഴിഞ്ഞു പോണേ എന്നൊക്കെ അങ്ങോട്ട് മനസ്സുരുക്കി അങ്ങോട്ട് പ്രാർത്ഥിച്ചോളാം. ഇനി ഒന്ന് കടിച്ചു നോക്കിയേ. കാംബരതം രതിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ ജനടുത്ത് ചൂടത്ത് ഇവരെ പ്രാർത്ഥനക്ക് ഫലമുണ്ട് കേട്ടോ. മൊത്തം കിട്ടി. 200 ആത്മാക്കളാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ആരാണ് പിടിക്കുന്നത്? ഇനി അടുത്ത അച്ഛനെ പിടിക്കണം. ആ സാധനത്തിന് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടാം. അച്ഛനെ കൂടി പിടിച്ചെത്തിയ കാര്യം സംഗതി എളുപ്പമായി. അതിന് നിങ്ങളുടെ പ്രാർത്ഥന വേണം നല്ലോണം. അതിന് മുമ്പ് ഒരാളെ പിടിക്കാനുണ്ട്, വല്ലിച്ചനെ പിടിക്കാനുണ്ട്. വല്ലിച്ചനെ പിടിക്കാനുണ്ട്. വല്ലിച്ചനെ എത്ര നോക്കിയിട്ടും കിട്ടണില്ല. അതെന്താ വല്ലിച്ചനെ കിട്ടാത്തത്? അയ്യോ, എന്നാ പറയാ പറഞ്ഞു വിട്ടു. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. അച്ഛനെ പിടിക്കാം. നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം. ആവാഹിച്ച് സർവ്വദോഷങ്ങളും മാറി ഉപദ്രവമൊക്കെ മാറുമെന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അച്ഛനെ ഇവിടെ ആവാഹിച്ച് ഇരുത്താൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചോളൂ. അച്ഛൻ്റെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കണേ. അച്ഛൻ്റെ ആത്മാവ് ഉടൻ വിട്ടു പോണേ എന്നൊക്കെ പ്രാർത്ഥിച്ചോളൂ. ചോദിച്ചൊന്ന് നോക്കിയേ ഉടമ്പരായ എന്തായി? കിട്ടിയില്ല. അച്ഛ വന്നിട്ടുണ്ട്. കണ്ടോ? അവിടെ നോട്ടാ ഇങ്ങോട്ട് വരൂല. വരില്ല, അച്ഛൻ വരില്ല. എന്തെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പോയിട്ടുണ്ടോ? കൊടുക്കാനുണ്ടോ? ഞങ്ങൾ ആർക്കും ഒന്നും കൊടുക്കാനില്ല. കാണുന്നുണ്ടല്ലോ. കൊടുക്കാനുണ്ടോ? ഉണ്ട്. മൂത്ത ചേച്ചിക്കും എല്ലാം കൊടുത്തായിരുന്നോ? ചേച്ചിക്കൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടവന്റെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയതല്ലേ. ഇവിടുന്ന് 10 വയസ്സ് കൊടുക്കാൻ പറ്റത്തില്ല. അതെ, ഞങ്ങൾ 4 മക്കളാ. ഞങ്ങളുടെ മൂത്തൊരു പെങ്ങളുണ്ട്. പുള്ളിക്കാർ വേറൊരു മതക്കാരന്റെ കൂടെ സ്നേഹിച്ച് ഒളിച്ചോടി പോയത്. പക്ഷെ അവൾക്കൊന്നും കൊടുത്തിട്ടില്ല. അച്ഛന് ഏറ്റവും ഇഷ്ടം പുള്ളിക്കാരിനാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കെന്റി ചേച്ചി ആഗ്രഹസഫലമായിട്ടില്ല. ഒരു വിഷമം പുള്ളിക്ക് അവിടെ കിട്ടിയാൽ അതങ്ങോട്ട് തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വരും. എങ്ങനെ തീർക്കാൻ പറ്റും? അത് നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പൊ തന്നെ അവിടെ കൊടുത്തേക്കണം. അച്ഛാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, തരാം. അങ്ങനെ തരാന്ന് ഇവിടെ അങ്ങനെ തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വാക്കാലെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവൃത്തിയാലെ കാണിക്കണം. ഏതായാലും അച്ഛൻ അവിടെ ഇപ്പൊ ഉണ്ടല്ലോ, അച്ഛൻ കാണും. അപ്പൊ അത് വാക്കാലല്ല, പ്രവൃത്തിയാലെ കാണിക്കും. ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഉപദ്രവം ഒഴിഞ്ഞു പോകണം. എനിക്ക് വയ്യ, ഇനി ഒന്ന് ഉറങ്ങാൻ കൊതിയായിട്ട് പോകണല്ലോ. അതിന്റെ പേരില് എന്റെ കയ്യില് ഒരു മാലയുണ്ട്. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടിട്ട് ഞങ്ങൾ സമർപ്പിച്ചു. ചേട്ടൻ മാത്രം ഇങ്ങനെ ചെയ്താൽ പോരില്ല, എല്ലാവരും ചെയ്യണം. കാരണം ചേട്ടന്റെ ഉപദ്രവം കഴിഞ്ഞാൽ ചിലപ്പോ നാളെ അളിയന് വരാ, പെങ്ങക്ക് വരാ, മകന് വരാ, എല്ലാവർക്കും വരാം. എനിക്ക് കുഴപ്പമില്ലോ, ഞാൻ ഈ വീട്ടിലെ ആളല്ലല്ലോ. പക്ഷെ തനിക്കൊരു മരണം കാണുന്നുണ്ട്. പക്ഷെ വേറൊരു കേസ് കൂടി ഞാൻ പറഞ്ഞില്ല, അച്ഛന്റെ ഉപദ്രവം നിലനിൽക്കുമ്പോൾ കാലം ദൈവത്തെ ഓർത്താരും മുക്കുകൊണ്ട ഊരിയിടരുതേ. ദൈവത്തോട് മുക്കുകൊണ്ട് ആരും ഊരിയിടരുത് പറഞ്ഞേക്കാം. അവിടെ ഒരു ലാഭം എന്തായാലും നടക്കട്ടെ. എല്ലാവരും വിട്ടല്ലോ. എന്താണ് ഈ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോന് ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ, തല പൊട്ടിത്തെറിച്ചു പോയണ്ടല്ലേ അല്ലേ? മോളുടെ സാരിക്ക് തീ പിടിച്ച് മേലൊക്കെ പൊളിഞ്ഞതല്ലേ? മോൾക്ക് ദോഷം ഉണ്ടായതല്ലേ? ഇതിലും വലിയ ദോഷം ഇനി എന്ത് വരാനാ? അളിയൻ കുറിച്ച് കൂത്താടി കിടക്കില്ല. അപ്പൊ ഇതൊക്കെ അച്ഛൻ്റെ ഉപദ്രവം കൊണ്ടാണ്. കൊടുക്കാനുള്ളത് ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നിന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല അല്ലേ? എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അച്ഛൻ കാണുന്നുണ്ട്, ആത്മാവ് കാണുന്നുണ്ട്. ആത്മാവിന് ഏകദേശം തൃപ്തിയായെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്കൊന്ന് ആത്മാവോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേരും. നമുക്ക് ഈ ആത്മാവിനെ ഇവിടെ ആവാഹിച്ചിരുത്താം. നന്നായിട്ട് പ്രാർത്ഥിച്ചോ, എല്ലാവരും മനസ്സിലാണ്ട് പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചോ. അച്ഛന്റെ ആത്മാവിന് പുണ്യം കിട്ടണേ, അച്ഛന്റെ ആത്മാവ് രാമാവധം ചേരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം പ്രാർത്ഥിച്ചോളാ കേട്ടോ. ഈ പരിസരത്ത് നിന്നും കുടുംബ പരിസരത്ത് നിന്നും എല്ലായിടത്തും പോകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളാം. ഇട്ടോളൂ. പിടിച്ചു നോക്കി. സാംബരതരം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ. ഇതെടുത്ത് വെച്ച് ഇതെടുത്ത് വെച്ച് ഇതെടുത്ത് വെക്കും, മടിയിലെടുത്ത് വെക്കും. വെച്ച് കിട്ടിയല്ല കിട്ടും. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ കാണാനില്ല. അച്ഛനെ കാണൂല. അയ്യോ, അച്ഛനെന്തേ? അച്ഛനെ കാണൂല.
അച്ഛനെ കാണില്ല, ആവാഹിച്ച് ഇവിടെ ഇരുത്തിയില്ല, പിന്നെ എങ്ങനെ അച്ഛനെ കാണും? ഇവിടെ ഇവിടെ ഇരുത്തിയിരിക്കണില്ല അച്ഛനെ. അയ്യോ എന്റെ അച്ഛാ, സക്സസ് ആയില്ലേ? പിന്നെ പൂജ സക്സസ് ആയില്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? വേറെ കാര്യം പറയാനുണ്ട്. ഈ കർത്തവാവിന് മുമ്പ് ഈ കൊടുക്കാനുള്ള സ്വത്ത് മുഴുവനും അവിടെ കൊണ്ടേ കൊടുത്തിട്ട് ക്ഷമ പറഞ്ഞിട്ട് അച്ഛനെ ധ്യാനിച്ചിട്ട് തിരിഞ്ഞു നോക്കാണ്ട് ഇങ്ങോട്ട് പോന്നോളണം. എത്രയും പെട്ടെന്ന് കൊടുക്കണം. എല്ലാരും കൂടെ അടിച്ചു നനച്ച് കുളിച്ചോ, ആഹാരം കഴിച്ചോ, എല്ലാരും ഇയാള് പോണില്ലേ? ഞാൻ പൊക്കോളാം, എനിക്ക് നനയില്ലോ, കുടി മാത്രമേ ഇല്ലൂ. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ട് അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് എടുത്തു നോക്കാലോ അല്ലേ? അളിയോ അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ടോ എന്റെ പൊന്നു ചങ്ങായി. പലയിടത്തും പോയിട്ട് പല സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു കള്ളത്തരം അത് നിനക്ക് വേണ്ടിട്ട് ചെയ്താണ് കേട്ടാ. ഞാൻ ഇത് വേണമെന്ന് ചെയ്തല്ല. 10-15 വർഷം ഈ നാറികളുടെ കൂടെ ഞാൻ വീതം മേടിക്കാൻ നടക്കണം. മര്യാദയ്ക്ക് ചോദിച്ച അവന്മാര് തരില്ല. അപ്പൊ അച്ഛന്റെ പേരിൽ ഒരു കളിയാണ്ട് കളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടാനുള്ള എന്റെ 2-2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ എത്രയാന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് തന്നേക്കാം. പുറത്തിറങ്ങിയ തലപോണ കേസ് കേട്ടോ. ഇവ ഉടായ്പിന് ഞങ്ങൾ മേടിക്കണം. ഞങ്ങളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. ഇതെല്ലാം കൂടി തപ്പിപ്പറിക്ക് ഒരു 2-2.5 ലക്ഷം രൂപയുണ്ട്. ബാക്കി 50,000 രൂപ എപ്പം തരും? ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. രസകരമായ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കഥകളും ഇനിയുണ്ട് നമുക്ക് കേൾക്കാൻ. റെഡിയല്ലേ? നിങ്ങൾ എന്തായാലും ഇപ്പൊ ഒരുമിച്ച് ഇവിടെ ആദ്യമായിട്ടാണല്ലോ ഒരുമിച്ചൊരു വേദിയിൽ നാട്ടില് ഇടയ്ക്ക് വളരെ അപൂർവം ഞങ്ങൾ സംഗമിക്കാറുള്ളൂ സ്റ്റേജുകളിൽ. അന്ന് അടിച്ചു പിരിയും. ഇനിയിപ്പോ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എവിടെയെങ്കിലും ഞങ്ങൾ ഇറ്റലി, റോം എല്ലാം കൂടെ കൂടിയിട്ട്, സ്വിറ്റ്സർലൻഡ് എല്ലാം കൂടിയിട്ട് ഒരു ഷോ ഒരുമിച്ചാണ്. വിദേശങ്ങളിലാവുമ്പോ പേടിയില്ല. അല്ല, അവിടെ പേടിയില്ല. പ്രോഗ്രാം ചെയ്യുന്ന കാര്യത്തിൽ പേടിയൊന്നുമില്ല. പക്ഷെ ഏറ്റവും പേടിക്കുന്നത് നമ്മൾ ഈ കോൺസുലേറ്റ് വിസയുടെ കാര്യത്തിനാണ് പേടി. ഇപ്പോഴും പാസ്പോർട്ട് കൈ കിട്ടിയിട്ടില്ല, വിസ അടിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. കാര്യം അവിടെ ചെല്ലുമ്പോൾ ഉള്ള ചില അനുഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ വിസ അടിച്ചാൽ തന്നെ അതും കൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഈ പറയുക ഇമിഗ്രേഷനിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മജീഷ്യൻ സാമ്രാജ് ഗൾഫിൽ പോയൊരു കഥയുണ്ട്. അപ്പോൾ അവിടെ ഈ എമിഗ്രേഷൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടന്നൊരു സംഭവം. അതായത് നമ്മുടെ സാമ്രാജിനെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ ബുൾഗാൻ താടിയും പിന്നെ മീശയാണ്. അപ്പോൾ ഇവിടെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിലൊരു വില്ലൻ കഥാപാത്രമായിരുന്നു. അപ്പോൾ ഈ താടി മീശ എടുത്തു, അത് ഇല്ലാണ്ടാണ് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗൾഫിൽ പോകുമ്പോഴത്തേക്കിന് ആൾക്കാർ തിരിച്ചറിയുമോ എന്നുള്ളൊരു പേടി കാരണം ഒരു മീശയും താടി ഒട്ടിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ യേസ് മാജിക് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനത്തെ ശബ്ദമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഈ താടി ഒന്ന് പൊതുക്കെ ഇളകിയിരുന്നു. ഗമ്മിളകി ഒന്ന് ഇതിരുന്നു. അപ്പോൾ അവർക്കൊരു സംശയം. അങ്ങനെ അവർ പിടിച്ചു. അപ്പോൾ അവർ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ മജീഷ്യനാണ്, ഇത് ഞാനിത് ഒട്ടിച്ചുകൊണ്ട് വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ഒരു സംശയം തോന്നി. ഇപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് നിങ്ങൾ മജീഷ്യൻ തെളിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാമ്രാട്ട് എന്ത് ചെയ്തു? ഞാൻ ഉടനെ തന്നെ ഒരു 10 ദിർഹംസ് എടുത്തിട്ട് ഒന്നിങ്ങനെ കാണിച്ച് 100 ദിർഹംസാക്കി മടക്കി കൊടുത്തു. അപ്പോൾ അവർ വെറുതെ വിട്ടോ? ഇല്ല, ഇപ്പം 2 കേസാ. ഒന്നാൾ മാറാട്ടവും പിന്നെ കള്ളനോട്ടടിയും. ഇതുപോലെ തന്നെ നമ്മൾ അമേരിക്കൻ പ്രോഗ്രാമിന് പോകാൻ നേരത്ത് ഈ കോൺസുലേറ്റിൽ പോയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സായിപ്പ് അകത്തിരുന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിളിച്ചിട്ട് ഇത് ഏത് വകുപ്പിൽപ്പെടുന്ന ആളാണെന്ന്, അപ്പം സിംഗറാണെങ്കിൽ പാട്ട് പാടിക്കും, മറ്റേതാണെങ്കിൽ ഗിറ്റാറിസ്റ്റ് ആണെങ്കിൽ ഗിറ്റാർ അടിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെ കോമഡി മിമിക്രി ചെയ്യുന്ന സംഭവം. അപ്പോൾ സായിപ്പ് എന്നെ വിളിച്ചിട്ട് വാട്ട് ആർ യു ഡൂയിങ്? ഞാൻ പറഞ്ഞു ഐ എം എ മിമിക്രി ആർട്ടിസ്റ്റ്. ഓക്കെ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു മിമിക്രി? വാട്ട് ഈസ് മിമിക്രി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തും ചോദിച്ചു. ഞാൻ പറഞ്ഞു if you don't mind, I can perform something here for you. I can produce ecosystem without any equipments എന്ന് പറഞ്ഞു. Oh, how can you produce the ecosystem without any equipments? അവിടെ ഓൾറെഡി കോൺസുലേറ്റിൻ്റെ ആ ഗ്ലാസിന് അപ്പുറം ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അപ്പുറത്ത് സായിപ്പ് നിൽക്കുന്നിടത്ത് ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് കോൺസുലേറ്റിൽ. ഇത് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി പറയാം. ഹലോ, എക്കോ ഇല്ലല്ലോ, നിങ്ങൾക്കെല്ലാം കേൾക്കാമല്ലോ. ഹലോ കല സ്നേഹിലേ ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ആദ്യമായി ഓരോ ഗാനം ഇവിടെ ആലപിക്കട്ടെ.
ചകാക്കി ഹോത്തോരു ചങ്കങ്കരര ചകാക്കി ഹോത്തോരു പിച്ച ചാ തി തി. താങ്ക് യു യോ 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 താങ്ക് യു യോ താങ്ക് യു യോ താങ്ക് യു താങ്ക് യു. അന്നങ്ങനെ വിസ കിട്ടി. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കുറേ പുതിയ ആൾക്കാർ, ഞാൻ അതിന് മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നേക്കുന്ന ഓർക്കസ്ട്രയിലും പിന്നെ പെർഫോമൻസ് പാടുന്ന ആൾക്കാരിലും പലരും അതായത് പ്ലെയിൻ പാസ്പോർട്ടാണ്. ശരിക്കും അവർ ഇന്ത്യയിൽ പോലും പോയിട്ടില്ല. അവരെയാണ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ. അവർ കംപ്ലീറ്റ് ഈ 9 പേർക്കും അപ്പോഴും ചറപറ വിസ അടിച്ച്. ഇതിൽ ഓരോരുത്തരുടെയും പാസ്പോർട്ടിൽ 7 പ്രാവശ്യം അടിച്ചു കേട്ടോ. ഹലോ 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 ഹലോ. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താരങ്ങൾ ഒന്നിക്കുന്ന രസകരമായ ഈ കാഴ്ച അവസാനിക്കുന്നില്ല. രസകരമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു.